18 ദിവസമായിട്ട് നോമ്പാകുന്ന മരുന്ന് കഴിക്കുന്ന എൻ്റെ നിങ്ങളുടെയും അവസ്ഥ എങ്ങനെ? സത്യത്തിൽ വല്ലാത്ത സങ്കടത്തിലാണ്. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിയിട്ടുണ്ടോ? നമ്മുടെ ഈ മരുന്ന് എഫക്റ്റ് ചെയ്യുന്നുണ്ടോ? ഇന്ന് കാലഘട്ടം വളരെ മുന്നിലായി. നിസ്സാരമായ ഒരു തുള്ളി മൂത്രം എടുത്തിട്ട് നമ്മുടെ വീട്ടിൽ നാം വാങ്ങിയ 10-200 രൂപയിൽ താഴെയുള്ള ചെറിയൊരു ബോർഡിനകത്ത് ഒരു തുള്ളി ഒഴിച്ചു കഴിഞ്ഞാൽ ആ മൂത്രം ഒഴിച്ച പെണ്ണിൻ്റെ ഗർഭാശയത്തിൽ കുഞ്ഞുണ്ടോ എന്നറിയുന്ന കാലഘട്ടത്തിലാണ്. നമ്മൾ ആലോചിച്ച് നോക്കണം. വലിയ പണിയൊന്നും ചെയ്യേണ്ടതില്ല. ഒരു തുള്ളി മൂത്രം എടുത്തിട്ട് ആ ഒരു ചെറിയ ബോർഡിനകത്ത് ആ ഒരു തുള്ളി മൂത്രം എത്തിച്ചു കഴിയുമ്പോൾ എവിടെ ഈ മൂത്രം ഒഴിച്ച പെണ്ണിൻ്റെ ഗർഭത്തിനുള്ളിൽ ഏതെങ്കിലും കുഞ്ഞിൻ്റെ കണിക തുടങ്ങിയിട്ടുണ്ടോ? ഇത് കണ്ടെത്തുന്ന ഈ കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. പക്ഷേ ഒരു രൂപ പോലും ചെലവില്ലാതെ എൻ്റെ നിങ്ങളുടെ നോമ്പ് എവിടം വരെ ആയി എന്നുള്ള ആത്മപരിശോധന നടത്താൻ പറ്റുന്ന ലാബ് പ്രധാനബോധത്തിൽ എൻ്റെ നിങ്ങളുടെ കയ്യിൽ തന്നു. പക്ഷെ ഒരു രൂപ പോലും ചെലവില്ല. ആ ലാബിൽ ഇതുവരെയും നമ്മളാരും നമ്മുടെ നോമ്പ് പരിശോധിക്കാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമാണ്. 5 പരിശോധനയാണ്, ഒരു 6 പരിശോധനയൊക്കെ തസവ്വുഫിന്റെ ഉലമാക്കൾ നമുക്ക് തരുന്നുണ്ട്. നമ്മുടെ നോമ്പ് 18ആയി, പക്ഷെ ആ നോമ്പ് നമുക്ക് എവിടെയെങ്കിലും എഫക്റ്റ് ചെയ്തോ എന്നറിയാൻ. നിസ്സാരമായ ഷുഗറിന്റെ ഗുളിക ഒരാഴ്ച കഴിഞ്ഞാൽ ഉടനെ നമ്മൾ ഓടും. എന്തിനാ? ഈ ഗുളിക കഴിച്ച് തന്റെ ശരീരത്തിൽ വല്ല എഫക്റ്റ് ചെയ്തിട്ടുണ്ടോ? ഭക്ഷണത്തിന് മുമ്പുള്ളതും കൊടുക്കും, ഭക്ഷണത്തിന് ശേഷമുള്ളതും കൊടുക്കും. എന്തോ ഒരു വെപ്രാളമാണ് നമുക്ക്. നമ്മളൊരു 12-11 നോമ്പ് മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ഈ സമയത്ത് സത്യത്തിൽ ഭയങ്കര സങ്കടമാണ് നമുക്ക്. രാത്രി മുഴുവൻ ഇബാദത്ത്, പകൽ മുഴുവൻ പട്ടിണി, ഇതെല്ലാം കിടന്നിട്ട് നമ്മുടെ ഈ ശരീരത്തെ നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മളെപ്പോലത്തെ വിഡ്ഢികൾ വേറെ ആരുണ്ട്? ഒരു നിസ്സാരമായ ചെടി വാങ്ങിച്ചു വെച്ചാൽ 18 ദിവസമാകുമ്പോൾ അതിന് 2 ഇല വന്നിട്ടില്ല എങ്കിൽ ഇനി ഇല വരണ്ട, പുതിയ ഇലയുടെ ഒരു നാമ്പ് അതിനകത്ത് വന്നിട്ടില്ല എങ്കിൽ എന്തോ ഒരു സങ്കടമാണ് നമുക്കുള്ളത്. ഏതെങ്കിലും പഞ്ചായത്തിലോ കോർപ്പറേഷനിലോ പോയിട്ട് ഒരു കാര്യം സാധിക്കാൻ വേണ്ടി ഒരു ദിവസം രാവിലെ പോയി വൈകുന്നേരം 5 മണി വരെ അവിടെ നിൽക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാറുണ്ട്, പട്ടിണി കിടന്ന് അവിടെ പോയി നായെപ്പോലെ എന്ത് ചെയ്താ കാത്തു കിടന്നതാ, പക്ഷെ എന്റെ കാര്യം സാധിച്ചില്ല. 18 ദിവസം കൊണ്ട് ഉമിനീര് മാത്രം ഇറക്കി ഈ സത്യാഗ്രഹം കിടന്നിട്ട് രാത്രിയിൽ 16-ാം രാവ് മുതൽ അടുത്ത മുദ്രാവാക്യം തുടങ്ങിയ പുനൂത്ത് ഇതുമൊക്കെയായിട്ട് നമുക്ക് ലക്ഷ്യത്തിലെത്താൻ ഒത്തിട്ടില്ല എങ്കിൽ എന്റെ പൊന്ന സഹോദരങ്ങളെ, നമുക്ക് വല്ല സങ്കടവും ഉണ്ടോ, വേദനയും ഉണ്ടോ? ശരി, നമുക്ക് പരിശോധിച്ച് നോക്കാം. നമ്മുടെ ഈ നോമ്പിനെ നമുക്ക് ലാബിലേക്ക് കയറ്റാം. ഒന്നാമത് പരിശോധിക്കുക, പാപം വല്ലാതെ കയറി നിൽക്കുകയാണെങ്കിൽ നമ്മുടെ ഈ നോമ്പ് നമ്മുടെ ആത്മാവിന് യാതൊരു എഫക്റ്റും ചെയ്യില്ല. അതിൻ്റെ ഒന്നാമത്തെ അടയാളമാണ് നമുക്കൊക്കെ ഇൽമുള്ളവരാണ്. ഇൽമില്ലാത്തൊരു കുഞ്ഞു പോലും നമ്മുടെ കൂട്ടത്തിലില്ല. ആ ഇൽമിന്റെ പ്രകാശം ഒന്നാമതായി അസ്തമിച്ചു പോകും. നമുക്ക് പാപം കയറുമ്പോൾ, നമ്മുടെ നോമ്പ് എഫക്റ്റ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒന്നാമത്തെ അടയാളം നമ്മുടെ ഇൽമിന്റെ പ്രകാശത്തെ അല്ലാഹു കെടുത്തിക്കളയും. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കുക. പരിശുദ്ധ റമദാനായി. റമദാന്റെ ആദ്യ നാളുകളിൽ നമ്മൾ പറഞ്ഞു, പരിശുദ്ധ ഹദീസിൽ ഒരു വാക്കാ പറഞ്ഞത്, പരിശുദ്ധ റമദാനുമായി നിങ്ങൾ ആരോടും ചൂടാകരുത്. ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോടും നിങ്ങളോടും പറഞ്ഞു. നമ്മുടെ ഈ മസ്ജിദിൽ ഇതേ സ്ഥലത്ത് നമ്മൾ ചർച്ച ചെയ്തു. 18 ദിവസം കൊണ്ട് നമ്മുടെ ഈ പറഞ്ഞതുപോലെ സ്വഭാവം ഏത് നിലയിലായിട്ടുണ്ട്? ഇപ്പോഴും നമ്മൾ കാണുന്നവരൊക്കെ ചൂടാകുന്ന സ്വഭാവത്തിലാണോ? ഇല്ല പ്രിയമുള്ളവരെ, 18 നോമ്പ് നമുക്ക് എങ്ങും ആയിട്ടില്ല. അതുപോലെ തന്നെ നമുക്ക് ഓരോരുത്തർക്കും എല്ലാത്തിന്റെയും ശ്രേഷ്ഠത അറിയാം. തഹജ്ജുദിന്റെ ഫളായിൽ എല്ലാവരും കേട്ടു, ദുഹായുടെ ഫളായിൽ എല്ലാവരും കേട്ടു, അതുപോലെ തന്നെ 5 നേരത്തെ ജമാഅത്ത് നമസ്കാരത്തിന്റെ ഫളായിൽ എല്ലാവരും കേട്ടു. അങ്ങനെ ഓരോന്നും കേട്ടു. നമ്മളിൽ എത്ര പേരാണ് ഇന്ന് 18ാമത്തെ നോമ്പിൽ 18 നോമ്പിന്റെയും ഇടയത്താഴെ കഴിച്ചു എന്ന് പറഞ്ഞാൽ ഒന്നാമതായിട്ട് നമ്മൾ കൈവക്കും, ഞാൻ കഴിച്ചിട്ടുണ്ട്. അതേ നമ്മളോട് തിരിച്ചു ചോദിക്കുക, ഈ 18 ദിവസം നിന്റെ ആത്മാവിന് ആവശ്യമുള്ള 2 മിനിറ്റ് നീ ഏതായാലും പല്ല് തേച്ചു, ഏതായാലും ടോയ്ലറ്റിൽ കയറി അല്ലെങ്കിൽ ബാത്റൂമിൽ കയറി നിന്റെ കയ്യും മുഖവും എല്ലാം കഴുകി വൃത്തിയാക്കി, അതിന്റെ കൂടെ ചെറിയൊരു പണി, ഒരു തലതടവിലും ഒരു ചെവി തടവിലും മാത്രമേ അധികം ചെയ്യാനുള്ളൂ. കൈ നീ കഴുകിയതാണ്,
മുഖം നീ കഴുകിയതാണ്, അതുപോലെ കാല് നീ കഴുകിയിട്ടുണ്ട്. അഡീഷണൽ ചെയ്യാനുള്ളത് തല ഒന്ന് തടകണം, അതിന് പ്രത്യേകിച്ച് വെള്ളം വേണ്ട, കയ്യിലെ നനവ് മതി. ചെവി ഒന്ന് തടകണം, അതിന് പ്രത്യേകിച്ച് വെള്ളം വേണ്ട, കയ്യിലെ നനവ് മതി. ഇത് രണ്ടും എടുത്തിട്ട് ഒന്ന് തടകി ഒന്ന് കറക്കി ഇങ്ങോട്ട് വന്ന് 2 മിനിറ്റ് കൊടുത്താൽ നിന്റെ ആത്മാവിന് ഭയങ്കര ശാന്തി കിട്ടും. തഹജ്ജുദ് നമസ്കരിക്കാം. 18 തഹജ്ജുദിൽ എത്ര തഹജ്ജുദാണ് നമുക്ക് എടുത്തത്? പ്രിയമുള്ളവർക്ക്, തഹജ്ജുദിന് വലിയ ശ്രേഷ്ഠത ഉണ്ടെന്ന് എല്ലാവരും പഠിച്ചിട്ടുണ്ട്. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നോമ്പ് എഫക്റ്റ് ചെയ്യാതെ വന്നപ്പോ, നമ്മുടെ പാപം വല്ലാതെ കയറി നിന്നപ്പോ, ഒന്നാമത്തെ അടയാളം നമ്മുടെ തഹജ്ജുദ് അല്ലാഹു വെട്ടി 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 മാറ്റി. ഇതുവരെ 18 എണ്ണം നിന്നിട്ടും യാതൊരു കഥയുമില്ല. പ്രിയമുള്ളവർ, ഇതുപോലെ ദുഹായുടെ കാര്യം ആലോചിക്കുക. ദുഹായുടെ ശ്രേഷ്ഠത നമ്മളെല്ലാം മനസ്സിലാക്കി, എല്ലാവരും മനസ്സിലാക്കി. നമുക്ക് അല്ലാഹു ഓരോ ജോയിന്റ് തന്നു. പറഞ്ഞില്ല, ഈ ഒരു ഫോൺ എന്റെ കയ്യിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കണമെങ്കിൽ എന്റെ 17 ജോയിന്റിന്റെ ബലമാണ്. ഈ തോള് മുതൽ വിരൽത്തുമ്പ് വരെ 17 സന്ധികൾ ചലിക്കുമ്പോഴാണ് എനിക്ക് എന്റെ കയ്യിൽ ഒരു ഫോണോ ഒരു ചെറിയ ബുക്കോ സ്വതന്ത്രമായി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കാൻ ഒക്കുന്നത്. ഇതുപോലെ എന്റെ ശരീരം മുഴുവൻ എത്ര ജോയിന്റുകളാണ്. ഇത്രയും ജോയിന്റ് തന്നതിന് ഓരോ ജോയിന്റിൽ നമ്മൾ തിരിച്ച് റബ്ബിന് എന്ത് ചെയ്യണം? അതിന് ശുക്ർ കൊടുക്കണം. ഹബീബായ മുത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രത്യേകിച്ച് നമ്മൾ റമദാനിൽ നിന്ന് അവസാനത്തെ 10ലേക്ക് എത്താൻ പോകുമ്പോൾ ആ ഹബീബായ മുത്ത് നമ്മോട് പറഞ്ഞു, എന്ത് നിനക്ക് ഈ ജോയിന്റുകൾക്ക് മുഴുവൻ എത്രത്തോളം നമ്മുടെ പെടലി മുതൽ മുതുക വരെ നോക്കിയാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ നട്ടലിന്റെ എത്ര ജോയിന്റാണ്. ഇതിൽ ഏതെങ്കിലും ഒരു ജോയിന്റിന്റെ ഇടയിൽ ഒരല്പം മാംസം ഒന്ന് തള്ളിയാൽ പോരെ നമ്മൾ പറയും ഡിസ്ക് അകന്നു പോയി, നേരെ നിൽക്കാൻ വയ്യ, നേരെ ഇരിക്കാൻ വയ്യ, നേരെ സ്വസ്ഥമായി സ്വന്തം ഭാര്യയിടക്കിലേക്ക് ഒന്ന് പോകാൻ വയ്യ. അവിടെയൊക്കെ നമ്മൾ റബ്ബിനെ വിളിക്കുക. അപ്പം ഇത്രയും ജോയിന്റുകൾക്ക് ഈ പവർ തന്ന റബ്ബിന് തിരിച്ച് നമ്മൾ ഓരോ ദിവസവും സദഖ ചെയ്യാൻ നമുക്ക് നിർബന്ധമാണ്. ആ സദഖയ്ക്ക് പറ്റിയ ഒറ്റക്കൂലിയാണ് 2 റക്അത്ത് ദുഹ. സമയമോ സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞോടം മുതൽ ളുഹർ ബാങ്ക് വിളിക്കുന്നതിന് 5 മിനിറ്റ് മുമ്പ് വരെയുള്ള വിശാല സമയം. പച്ച ഭാഷയിൽ പറഞ്ഞാൽ തൂറാനും പിടിക്കാനും സമയമുണ്ട്. 2 റക്അത്ത് ദുഹായ്ക്ക് സമയമില്ല. എന്തുകൊണ്ട്? ഇൽമിന്റെ പ്രകാശത്തെ അല്ലാഹു കെടുത്തിക്കളഞ്ഞു. പ്രിയമുള്ളവരെ, പട്ടിണി കിടക്കുന്ന പിടിക്കണം നമ്മുടെ നോമ്പ്. ഈ നോമ്പില് ഒരു മനുഷ്യനെ കുറിച്ച് ഗീബത്ത് പറയരുത്. ഗീബത്ത് പറഞ്ഞാൽ നമ്മുടെ ഈ പട്ടിണി നോമ്പ് 13.25 മണിക്കൂർ പട്ടിണി കിടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ നോമ്പ് ആരുടെയോ അക്കൗണ്ടിലേക്ക് അല്ലാഹു വലിച്ചെടുത്ത് എറിഞ്ഞു കൊടുക്കുന്നു. എനിക്ക് ഈ നോമ്പിന്റെ ഒരു പുണ്യവും കിട്ടില്ല. രാത്രി കുത്തിയിരുന്ന് തറാവീഹ് നമസ്കരിക്കുന്നു. 20 റക്അത്ത് തറാവീഹ് നമസ്കരിക്കുന്നതിനിടയിൽ ആരുടെയെങ്കിലും പച്ചയിറച്ചി നമ്മൾ ടേസ്റ്റ് ചെയ്താൽ അതോടുകൂടി നമ്മുടെ തറാവീഹ് പോയി അക്കൗണ്ടിൽ നിന്ന് 100% നമുക്ക് ഉറപ്പുണ്ട്. ഒരു മനുഷ്യന്റെയും ഇറച്ചി നമ്മൾ തിന്നരുത്. ഒരു മനുഷ്യനെ നമ്മൾ കുറ്റപ്പെടുത്തരുത്. ഒരു മനുഷ്യനെ ഇഷ്ടമില്ലാത്തത് സംസാരിക്കരുത്. അറിയാം, എഴുമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ? എൽമിന്റെ 100 പോയി. നമ്മളൊരു ഒന്നോടെ ചിന്തിച്ച് നോക്കുക, ഒന്നോടെ മനസ്സിലാക്കി തരാം. ഒരു മനുഷ്യന്റെ കയ്യിൽ 5 കോടി രൂപയുടെ സുന്ദരമായ ഒരു വാഹനമുണ്ട്. ആ വാഹനം അവൻ ഓടിച്ചു പോവുക. ആ വാഹനം ഓടിച്ചു പോകുന്ന നാഷണൽ ഹൈവേ കൂടെ അവൻ പറന്നു പോകുന്ന 100-140 കിലോമീറ്റർ സ്പീഡിൽ പറന്നു പോകുമ്പോൾ രാത്രി 2 മണി സമയത്ത് അവൻ ഓടുന്ന ഓട്ടത്തിൽ അവന്റെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് നഷ്ടപ്പെട്ടു പോയി. 140 കിലോമീറ്റർ സ്പീഡിൽ ഓടുമ്പോൾ അതിസുന്ദരമായ നാഷണൽ ഹൈവേ, യാതൊരു തടസ്സങ്ങളുമില്ല. ആ സ്പീഡിലോടുന്ന വണ്ടിയുടെ ഹെഡ്ലൈറ്റ് പോയി കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? അടുത്ത സെക്കൻഡിൽ ഏതൊക്കെയോ വണ്ടികളുമായിട്ട് കൂട്ടിയിടിച്ച് എല്ലാം തകർന്നു പോകുമെങ്കിൽ ഏറ്റവും വില കൂടിയ വാഹനമാണ്, ഏറ്റവും വിലപിടിപ്പുള്ള ബലവത്തായ വാഹനമാണ്. ഒക്കെ ശരി, 5 കോടി വിലയുണ്ട്, പറഞ്ഞിട്ട് കഥയില്ല. നമ്മുടെ ഇൽമുണ്ട്, കഥയില്ല. പക്ഷെ ആ ഇൽമിന്റെ പ്രകാശം പോയി കഴിഞ്ഞാൽ പിന്നെ ഈ ഇൽമുകൊണ്ട് യാതൊരു കഥയുമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ നോമ്പിനെ കുറിച്ച് നല്ല വിശദമായ ഒരു പഠനത്തിന് വിധേയമാക്കുക. നമ്മുടെ നോമ്പ് അല്ലാഹുവിന്റെ അടുക്കൽ ഒരു ചെറിയ പരിഗണനയെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്ന്. സത്യത്തിൽ ഒന്ന് സുബഹിക്ക് കയറുമ്പോൾ എന്നോട് തന്നെ എനിക്ക് ചോദിച്ചിട്ട് വല്ലാത്ത സങ്കടമായിരിക്കും വന്നത്. അല്ലാഹുവേ, ഞാൻ എവിടം വരെയായി? ഞാൻ എൻ്റെ നോമ്പിൽ 18 ദിവസം പട്ടിണി കിടന്നതല്ലേ പ്രിയമുള്ള, നമുക്ക് സങ്കടം വരാതിരിക്കുവോ? 18 ദിവസം പട്ടിണി കിടന്നിട്ട് ഈ ശരീരത്തെ ഒന്ന് മെരുക്കി ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് കെട്ടാൻ നമ്മളെ കൊണ്ട് ഒക്കുന്നില്ല എങ്കിൽ നമ്മുടെ അവസ്ഥ എവിടെയാണ്? ഹെഡ്ലൈറ്റ് പോയ വണ്ടി ഏതൊക്കെ ഘട്ടത്തിലായിരിക്കും ചെന്ന് വീഴുക? അതുപോലല്ലേ നമ്മളിത് പോകുന്നത്. ഓരോ പാപത്തിലേക്കും ചെന്ന് മൂക്കുമുട്ടി നമ്മൾ വീഴുകയല്ലേ? വീണിട്ട് പിന്നെയും അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. ചിലത് മുമ്പോട്ട് രക്ഷപ്പെട്ടു പോകുന്നു. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനായിട്ട് നമ്മുടെ എത്രയോ, പ്രത്യേകിച്ച് ചെറുപ്പക്കാര് അവരുടെ ഗേൾ ഫ്രണ്ടുകളുമായിട്ട് ഇപ്പോൾ
ഇപ്പോഴും ചാറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പകലത്തെ ചാറ്റിങ് നോമ്പാ, നമുക്ക് രാത്രി ആകട്ടെ തറാവീഹ് കഴിഞ്ഞിട്ട് ചാറ്റാൻ പോകുന്നുണ്ട് എങ്കിൽ, എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ നോമ്പിനെ അല്ലാഹു പരിഗണിച്ചിട്ടുണ്ടോ? നമ്മളിപ്പോഴും പഴയ ഹറാമിന്റെ കുഴിയിലല്ലേ? ഹറാമാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടെ? നിക്കാഹിന്റെ കാര്യം ഉറപ്പിച്ചു വെച്ച പെണ്ണിനോട് പോലും മോശമായ സംസാരം, അത് ഹറാമാണ്. അഥവാ നിക്കാഹാകുന്ന ഇബാദത്തിന് മുമ്പുള്ള വ്യഭിചാരത്തിന്റെ കൊട്ടിക്കലാശമാണ് ഇന്ന് പല കുടുംബങ്ങളിലും നടക്കുന്നത്. ആലോചിച്ച് നോക്കുക. നിക്കാഹ് ഇബാദത്താണ്. നിക്കാഹ് കഴിച്ച പെണ്ണിന് ഒരു ചുംബനം കൊടുക്കൽ ഇബാദത്താണ്. നമസ്കരിച്ചതുപോലെ പ്രതിഫലം കിട്ടും. അവിടെ ശരീരത്തിലൊന്ന് തലോടല് ഇബാദത്താണ്, അതിന് പ്രതിഫലം കിട്ടും. അങ്ങനെ തുടങ്ങി എന്തവിടെ ചെയ്താലും അതിനെല്ലാം ഇബാദത്താണ്, പ്രതിഫലം കിട്ടും. അതേ അവസ്ഥയിൽ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിന് നമ്മൾ പോയൊരു ഫോണോ ഒക്കെ വാങ്ങിക്കൊടുത്തു, നിക്കാഹ് നടന്നിട്ടില്ല. ഇനി അവളോ ചാറ്റുന്ന ഓരോ ചാറ്റും പച്ച വ്യഭിചാരമാണ്. പ്രിയമുള്ളവരെ, നമുക്ക് സങ്കടമുണ്ടോ? അത് ഹറാമാണെന്ന് അറിയാം. പക്ഷെ ഇൽമിന്റെ പ്രകാശം അല്ലാഹു കെടുത്തിക്കളഞ്ഞപ്പോ പിന്നെ ഇതിങ്ങനെ ഓടുകയാണ്. പിന്നെ ഓടുന്നിടത്ത് അതിന് കുഴി അറിയില്ല, അതിന് കുണ്ടടിയില്ല, അതിന് അപകടം അറിയില്ല. ഓടുന്ന ഓട്ടം കാരണം ലൈറ്റ് ഇല്ലാതെ ഓടുന്ന ഓട്ടമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ നിങ്ങളുടെയും ഇൽമിന്റെ പ്രകാശത്തെ കെടുത്തിക്കളഞ്ഞിട്ടുണ്ട് എങ്കിൽ ഈ റമദാൻ കൊണ്ട് നമുക്ക് യാതൊരു ചുക്കും നേടാനായിട്ടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ഓർമ്മയിൽ വെക്കുക. ഇനി നമ്മുടെ സഹോദരിമാരുടെ ഭാഗത്തേക്ക് നമ്മൾ നോക്കുക. നമ്മുടെ ഭാര്യയ്ക്ക് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങുന്ന ഡ്രസ്സ് ഏതാണ്? ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് നമ്മളൊക്കെ ഡ്രസ്സ് എടുത്തു കൊടുക്കും ഭാര്യയ്ക്ക്. ഒരാഴ്ചയ്ക്ക് നമ്മുടെ പെൺമക്കൾക്കൊക്കെ ഡ്രസ്സ് എടുത്തു കൊടുക്കും, ആൺമക്കൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കും. എന്റെ പ്രിയമുള്ളവരെ, ആൺമക്കൾക്ക് എടുത്തു കൊടുക്കുന്ന ഡ്രസ്സ് തൊട കാണുന്ന, മുട്ട മറയാത്ത ഏതെങ്കിലുമൊക്കെ കുട്ടിനിക്കറാണ് എങ്കിൽ വാങ്ങിക്കൊടുത്ത നിന്റെ സമ്പത്തിന്റെ കാര്യത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ നല്ലൊരു തീരുമാനമുണ്ട്. പരിശുദ്ധ റമദാനുമായിട്ടാണ് ഹറാമിന്റെ വസ്ത്രം പാൻറിന്റെ അടിയിൽ തന്നെ വാങ്ങിക്കൊടുത്തോ പ്രശ്നമല്ല. അല്ലാതെ കളിയുടെ പേരിലോ മറ്റെന്തെങ്കിലും പേരിലോ ഔറത്ത് മുട്ട മുതൽ പൊക്കൾ വരെയാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ തൊട കാണുന്ന മുട്ട മറയാത്ത ഒരു ഡ്രസ്സാണ് നീ വാങ്ങിക്കൊടുക്കുന്നതെങ്കിൽ തന്ന റബ്ബ് പൈസ അല്ലാഹു തന്നതാണ്. ആ ചെലവഴിച്ചതിനും അല്ലാഹുവിന്റെ മറുപടി കൊടുക്കേണ്ടി വരും. ഓർമ്മയിൽ വെക്കണേ. നിന്റെ പെൺമക്കൾക്ക്, പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനുമായിട്ട് ആണുങ്ങളുടെ ഡ്രസ്സാണ് നീ വാങ്ങിക്കൊടുക്കുന്നതെങ്കിൽ, ജീൻസ് ആണ് അവർക്ക് വാങ്ങിക്കൊടുക്കുന്നതെങ്കിൽ, ഷർട്ടാണ് അവർക്ക് വാങ്ങിക്കൊടുക്കുന്നതെങ്കിൽ പറയാതിരിക്കാൻ നിർവാഹമില്ല. പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് എന്നോട് വിരോധം തോന്നും. ആർക്കും ഒരു പ്രശ്നവും ഇല്ല. കാരണം എന്താ? ഞാൻ നിങ്ങളെ കണ്ടിട്ടല്ല ജോലിക്ക് കയറിയത്. ഖിദ്മത്തിന് കയറിയത് പള്ളിയുടെ ഉടമസ്ഥനെ കണ്ടിട്ടാണ്. റിസ്ഖ് അവന്റെ കയ്യിലാണ്. പറയേണ്ടത് പറഞ്ഞില്ല എങ്കിൽ ഞാൻ നാളെ റബ്ബിന്റെ മുമ്പിൽ കുറ്റക്കാരനാകും. എന്റെ പൊന്ന സഹോദരങ്ങളെ, നമ്മുടെ പെൺമക്കൾക്ക് ആൺമക്കളുടെ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കരുത്. ഹറാമാണ്. കേട്ടിട്ട് നിങ്ങൾ പോയി വാങ്ങിക്കൊടുത്തോ? കാരണം നിങ്ങളുടെ ഇൽമിന്റെ പ്രകാശം പോയത് ഞാൻ ഉത്തരവാദിയല്ല. അതുകൊണ്ട് പെരുന്നാളുമായിട്ട് നമ്മുടെ പെൺമക്കൾക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുമ്പോൾ ജീൻസിന്റെ ഡ്രസ്സ് നിങ്ങൾ വാങ്ങിക്കൊടുക്കണ്ട, ജീൻസ് പാൻറ് നിങ്ങൾ വാങ്ങിക്കൊടുക്കണ്ട. പെണ്ണിൻ്റെത് വാങ്ങിക്കൊടുത്തോ പ്രശ്നമില്ല. ആണുങ്ങൾ ഇടുന്ന തരം പാൻറ്റും, ആണുങ്ങൾ ഇടുന്ന തരം ഷർട്ടും, ആണുങ്ങൾ ഇടുന്ന തരം ടീഷർട്ടും, ആണുങ്ങൾ ഇടുന്ന തരം ബനിയനും വാങ്ങിക്കൊടുത്ത് നിങ്ങളുടെ പെൺമക്കളെ അണിഞ്ഞൊരുക്കി വിടുകയാണെങ്കിൽ നാളെ നിന്നെ റബ്ബ് വിടില്ല. അല്ലാഹുവേ, എന്റെ മാതാപിതാക്കളെ ഒന്ന് കാണിച്ചതാ. അല്ലാഹുവേ, ഞങ്ങളുടെ പാദത്തിന്റെ ചോട്ടിലിട്ട് ഒന്ന് ചവിട്ടി തേക്കട്ടെ റബ്ബേ. എവിടെ കിടന്നാ വിളിക്കുന്നത്? നരകത്തിൽ കിടന്ന്. വാപ്പ തഹജ്ജുദ് മുടക്കാത്ത വാപ്പ, ദുഹാ മുടക്കാത്ത വാപ്പ, നോമ്പ് മുടക്കാത്ത വാപ്പ, വലിയ നിസ്കാരത്തിലുള്ള വാപ്പ. ഈ വാപ്പയുടെ അമല് കൊണ്ട് വാപ്പ സ്വർഗത്തിൽ കയറാൻ നിൽക്കുമ്പോഴാണ് മോള് വിളിക്കുന്നത്. എന്തുകൊണ്ട്? മോടെ പ്രവർത്തി നരകത്തിൻ്റെതായിരുന്നു. അതിനെല്ലാ ചെലവും വാങ്ങിക്കൊടുത്തു. മോളല്ലേ പറഞ്ഞത്? കൊടുക്കാതിരിക്കാനൊക്കെ ഒന്നല്ലേ ഉള്ളൂ. കൊടുത്തു ആവശ്യം പോലെ. നാളെ അവള് പറയും, ഈ എൻ്റെ ഉമ്മയും വാക്കിൽ ഞാനൊന്ന് ആക്കട്ടെ, എന്റെ പാദത്തിന്റെ ചുവട്ടിലിട്ട് ഞാനൊന്ന് ചവിട്ടി തേക്കട്ടെ റബ്ബേ. അവരെന്നെ ഒന്ന് പിടിച്ചിരുന്നുവെങ്കിൽ ഇന്ന് ഞാൻ ഈ ഗതികേടിലാകില്ലായിരുന്നു എന്ന് അന്ന് നമ്മുടെ പെൺമക്കൾ പറയും. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഡ്രസ്സ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ. നമ്മുടെ ഭാര്യയ്ക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുമ്പോൾ അത് ഔറത്ത് പറയുന്ന ഡ്രസ്സാകണം. അല്ലാത്ത ഡ്രസ്സാണ് എടുത്ത് കൊടുക്കുന്നതെങ്കിൽ ഇൽമിന്റെ നൂറ് അല്ലാഹു കെടുത്തിക്കളഞ്ഞു. ഇൽമിന്റെ നൂറില്ലാതെ ഇൽമു കിട്ടിയിട്ട് നമുക്ക് യാതൊന്നും നേടാനില്ല. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് പരിശുദ്ധ റമദാനാണ്. 5 നേരത്തെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധ എങ്ങനെയുണ്ട്? 5 നേരത്തെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ എങ്ങനെയുണ്ട്? ആവർത്തിച്ച് പറയുകയാണ്. കേൾക്കുന്ന നിങ്ങൾക്ക് ചിലപ്പോൾ മടുപ്പുണ്ടാകും. എനിക്ക് യാതൊരു മടുപ്പുമില്ല. വീണ്ടും നമ്മോട് പറയുകയാണ്. പ്രിയമുള്ളവരെ, ബാങ്ക് വിളിക്കുമ്പോ നമ്മളെ വിളിക്കുന്നത് റബ്ബാണ്. അല്ലാഹു അക്ബർ എന്നാ പറഞ്ഞത്. അല്ലാഹുവാണ് ഏറ്റവും വലിയവെന്ന്. രണ്ടാമത് കരാർ നമ്മളോട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്ക് അർഹൻ മറ്റൊന്നുമില്ല എന്ന് കരാർ നീ ഏറ്റെടുത്തവനാ. ഓർമ്മയുണ്ടോ?
ഹയ്യ അല സലാ പാടാ നമസ്കാരത്തിന് വേണ്ടി, ഹയ്യ അലൽ ഫലാഹ് ആ വിജയത്തിലേക്ക്. ഇത് പറഞ്ഞ് നമ്മളെ വിളിക്കുമ്പോൾ നമ്മൾ മാറി നിൽക്കുന്ന അവസ്ഥയാണോ? അതല്ല, ഓടി അല്ലാഹുവേ നീ എന്നെ വിളിച്ചു, നീ തന്ന ആഫിയത്ത് കൊണ്ടാണ് ഈ ശരീരം ഇങ്ങനെ ഓടുന്നത്, നീ വിളിച്ചാൽ ഞാൻ വരാതിരിക്കുമോ? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഞാൻ ഓടി വരിക, പക്ഷെ ഇബാദത്തിന് വരാനോ പാപത്തെ തൊട്ട് തെറ്റാനോ എനിക്കൊരു കഴിവുമില്ല. നീ കഴിവ് തന്നാൽ ഇപ്പൊ ഞാൻ പള്ളിയിലെത്തും. ഈ ലാ ഹൗല വലാ ഖുവത മറുപടി പറഞ്ഞ് ഓടി വന്ന് പള്ളിയിൽ വന്ന് ഇബാദത്ത് പ്രിയമുള്ളവരെ നമ്മുടെ ഇൽമിന് നൂറുണ്ട്. ഇല്ല എങ്കിൽ ഓക്കെ, ഒക്കെ ശരി തന്നെയാണ്, എന്റെ വിളിയും കൊള്ളാം, നമ്മുടെ പള്ളിയും കൊള്ളാം, എല്ലാം താഴട്ട. ഒരു വന്നിട്ട് ബാങ്ക് വിളി പുറത്തോട്ട് കേട്ടില്ലെങ്കിൽ ജിഹാദ് വിളിക്കാൻ നമ്മളുണ്ട്. പക്ഷെ നമ്മൾ പള്ളിയിൽ ഒന്ന് സുജൂദ് ചെയ്യാൻ നമുക്ക് എത്ര മനസ്സുണ്ട്? നമ്മൾ ഓരോരുത്തരും ആലോചിക്കുക. ചുരുക്കി പറഞ്ഞാൽ എന്റെയും നിങ്ങളുടെയും ഇൽമിന്റെ പ്രകാശം കെട്ടിട്ടുണ്ടോ? അതല്ല, ഇൽമിന്റെ പ്രകാശം റാഹത്തായിട്ടാണോ? തുടക്കം മുതൽ ഞാൻ പറഞ്ഞ ഒരു കാര്യം കൂടിയുണ്ട്. പ്രിയമുള്ളവരെ, ഡെയിലി 5 മിനിറ്റ് ഉടമസ്ഥനോട് കഥ പറയാൻ സമയം കണ്ടെത്തണേ എന്ന്. 24 മണിക്കൂർ അല്ലാഹു തന്നിട്ട് ദുനിയാവിൽ കണ്ടവരോടൊക്കെ സംസാരിക്കാൻ നമുക്ക് സമയമുണ്ട്. പത്രം വായിക്കാനും പ്രത്യേകിച്ച് എപ്പോഴും നമ്മൾ യൂട്യൂബിൽ ഇങ്ങനെ കയറി അടിച്ചോണ്ടിരിക്കുക. എന്തിനു വേണ്ടി? എന്തായി ഇറാൻ, എന്തായി അമേരിക്ക, എവിടം വരെ ആയി ഇസ്രായേൽ? പ്രിയമുള്ളവർ, ഇതിന്റെ ഏറ്റവും ഉടമസ്ഥനായ റബ്ബിനോട് അല്ലാഹുവേ ഇതിന്റെ കാര്യത്തിൽ നീ ഒരു തീരുമാനമാക്കുക റബ്ബേ. ലോകം വല്ലാതെ ഞെരുങ്ങുന്നു, സാമ്പത്തിക പ്രശ്നങ്ങൾ വല്ലാതെ ബുദ്ധിമുട്ടുന്നു, വിദേശത്ത് ജോലി എടുക്കേണ്ട പലരും ഇന്ന് അപകടത്തിലാണ്. ആ അവസ്ഥയിൽ അല്ലാഹുവേ നീ ഒരു തീരുമാനം എടുക്കുമെന്ന് ഉടമസ്ഥനോട് പറയാൻ എത്ര മിനിറ്റാണ് നമ്മൾ കളയുന്നത്? ഒരു ദിവസം 5 മിനിറ്റ് നമുക്ക് ഉറപ്പിച്ച് പറയാമോ? അൽഹംദുലില്ലാഹ്, റമദാൻ തുടങ്ങിയത് 18ആണ്. ഇന്ന് മഗ്‌രിബോടെ 18 വിട പറയുമ്പോൾ നോമ്പ് 1 മുതൽ ഇന്ന് വരെ 5 മിനിറ്റ് ദുആ ചെയ്യാത്ത ഒരു റമദാന്റെ ദിനം പോലും അൽഹംദുലില്ലാഹ് എനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയാൻ സാധിക്കുമോ? അതല്ല, റമദാന്റെ വഴിക്ക് ഓടുന്നുണ്ട്, ഞാൻ എന്റെ വഴിക്ക് ഓടുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിലാണോ? പ്രിയമുള്ളവരെ, 2.5 മണിക്കൂർ ഇഅ്തികാഫ് നോമ്പിന്റെ തുടക്കത്തിലല്ല, അതിന് മുമ്പത്തെ വെള്ളിയാഴ്ച പറഞ്ഞതാണ്. 2.5 മണിക്കൂർ പള്ളിയിൽ ഇരിക്കുന്നുണ്ട്. ആത്മപരിശോധന നടത്തുക. ഇൽമിന്റെ നൂറ് പ്രകാശിക്കുന്നതാണോ? അതല്ല, അണഞ്ഞുപോയ അവസ്ഥയിലാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് ഇൻഷാ അല്ലാഹ് വരുന്ന ദിവസങ്ങളിൽ ഓരോ പരിശോധനകൾ നമുക്ക് നടത്താം. ഒന്നാമത്തെ പരിശോധന, വിജയിച്ചോ പരാജയപ്പെട്ടോ? ചോദിക്കേണ്ട പരിശോധന, നമുക്ക് കിട്ടിയ അറിവ്, ആ അറിവിന്റെ പ്രകാശം സുന്ദരമായി പരത്തുന്നതാണോ? അതല്ല, ആ ഇൽമിന്റെ നൂറ് അത് അണഞ്ഞു പോയിട്ട് പാതിരാക്ക് നല്ലൊരു ടോർച്ച് തന്ന് നമ്മുടെ മോൻ നമ്മളെ വിട്ടു, വാപ്പയാകുന്ന നമ്മളെ വിട്ടു, വാപ്പ ഇന്നടുത്ത് വരെ പോയിട്ട് വാ, റോഡ് വല്ലാത്ത അപകടമാണ്, ആ റോഡ് ആകെ പൊളിഞ്ഞു കിടക്കുക, നല്ല ടോർച്ചാണ്, വിദേശത്തു നിന്നുള്ള ടോർച്ച് പിടിച്ച് വാപ്പ് പോകുമ്പോ ടോർച്ചിന്റെ ബൾബ് പീസായാൽ ആ അവസ്ഥ എങ്ങനെയാണോ അതേ ഗതികേടിലാണോ ഞാനും നിങ്ങളും? ആലോചിച്ച് നീങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ ഇൽമിന്റെ നൂറ് അത് അങ്ങേയറ്റം പ്രകാശിക്കുന്ന അവസ്ഥയിലാക്കി തരുമാറാകട്ടെ. ഈ റമദാൻ നമ്മുടെ മാറ്റത്തിന്റെ റമദാനായി അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അല്പം മസല കൂടി നമ്മൾ ബിസിനസ്